അത് ഭയങ്കരമായ രോഗമാണ്. അതുകൊണ്ട് ഹാസിദീങ്ങളുള്ള സ്ഥലത്ത് എന്ത് ചെയ്യരുത്? ഒരിക്കലും നിഅമത്ത് പറയരുത്. നമ്മളോട് അസൂയുള്ള ആളുകളുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുള്ള സ്ഥലത്തെ എന്ത് പറയാവൂ? നിഅമത്ത് പറയാവൂ. അത് മനസ്സിലാക്കണം. അപ്പോ മനുഷ്യൻ നമുക്കൊരു ശുക്ർ ചെയ്താൽ, അവിടെ എന്ത് ആൾക്കാർ ശുക്ർ ചെയ്താലും, ആൾക്കാർ നിഅമത്ത് ചെയ്താലും എന്താക്കണം? പറയണം. ജനങ്ങൾ ചെയ്താലും പറയണം. വേറെ ആളോട് പറയണം, ഇന്നാളിന്നെ ഈ രൂപത്തിൽ സഹായിച്ചു. അത് പറയാത്തവൻ എന്താ? ശുക്രില്ലാത്തവനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാ. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല. ശരി, അള്ളാഹുവിനോട് എങ്ങനെ ഇത് കാണിക്കുക? മനുഷ്യന്മാരോട് എങ്ങനെ കാണിക്കുക? നമുക്കറിയാലോ. ഒരു താങ്ക്സ് പറയാം, നന്ദി പറയാം, ചിരിക്കാം, കാണുമ്പോൾ ബഹുമാനിക്കാം, ആദരിക്കാം, മൂപ്പരെ പാർട്ടിക്ക് വിളിക്കാം, നമ്മളെ കല്യാണത്തിന് വിളിക്കാം, ഒക്കെ. അതെന്തൊക്കെയാണ്? ഒക്കെ ശുക്റാ. അള്ളാഹിനോടോ? അള്ളാഹുവിന് തിരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അള്ളാഹ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഒരു ചെറിയ അനുഗ്രഹം മാത്രം, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു അള്ളാഹിന്റെ നിയമത്താ അല്ലേ? ആരും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. വെള്ളത്തിനും കരണ്ടിനും ഒക്കെ പൈസ കൊടുക്കുന്നുണ്ട്, വായുവിന് ആരും പൈസ കൊടുത്തിട്ടില്ല. അത് നിയമത്താ. തിരിച്ച് നമ്മുടെ അടുത്ത് എന്താ ഉള്ളത് കൊടുക്കാൻ? ഒന്നുമില്ല. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് അള്ളാഹ് പറഞ്ഞു. എടോ, നിസ്കരിക്കണം, നീ അറവ് നടത്തണം. എന്തിനാ അറവ്? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ജിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളിൽ നിന്ന് മാംസം അല്ലാഹുക്ക് കിട്ടൂല. നമ്മളാരെങ്കിലും ഇറച്ചി വെച്ച് പഠിച്ചവന് കൊണ്ടേ കൊടുക്കണില്ലല്ലോ, ഉണ്ടോ? അതിന്റെ രക്തം അള്ളാഹുവിന് കിട്ടൂല. അപ്പൊ അള്ളാഹു നൽകുന്ന നിഅമത്തിന് പകരമായി അതുപോലെ ഒന്ന് നൽകാൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ അള്ളാഹുവിന് നൽകേണ്ട ശുക്ർ സനാ ആണ്. അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ ആവോളം സ്തുതിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നാം വിനിയോഗിക്കണം. എനിക്ക് പഠിച്ചോ നല്ല അനുഗ്രഹം നൽകി, നല്ല വണ്ടിയും നല്ല ജോലിയും നല്ല പത്രാസും നല്ല സൗകര്യവും നല്ല വീടും നല്ല ഭാര്യയും നല്ല കുട്ടികളൊക്കെ നൽകി. എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ മനസ്സിലാക്കി? നമ്മളെ ജനം എന്താ, ആൾക്കാരെന്താ മനസ്സിലാക്കി? സുഖമായിട്ട് മൂപ്പരെ ഫ്ലാറ്റിൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ, ആരുടെയും ശല്യം ഇങ്ങോട്ട് വാങ്ങാതെ സുഖമായി മൂപ്പരെ ഫ്ലാറ്റിൽ മൂപ്പരെ കുട്ടികളുടെ കൂടെ മക്കളെ കൂടെ സുഖമായി ഇങ്ങനെ ജീവിക്കുക. ഇതാണോ? അല്ല, അതല്ല. അത് നന്ദി കേടാ. അതിന് അള്ളാഹ് പകരം വേറെ തരാൻ പോകുന്നുണ്ട്. അതിന് പകരം അത് ചെയ്താൽ അള്ളാഹു അതിന് പകരം തരിക വേറെയായിരിക്കും. എന്താ ചെയ്യേണ്ടത്? ആ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ ആ സുഖമുണ്ടല്ലോ, അനുഗ്രഹമുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ, ഇത് പടച്ച റബ്ബിന് ഇഷ്ടമുള്ള മാർഗത്തിൽ, തൃപ്തിയുള്ള മാർഗത്തിൽ ഉപയോഗിക്കണം. അതാണ് റബ്ബിന് നൽകുന്ന ശുക്ർ. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് അങ്ങേയറ്റം വിനയമുള്ളവനാവുക. പഠിച്ചോനെ, നീ ഇത് തന്നിട്ടില്ലെങ്കിൽ എന്റെ കഥ, നീ ഈ അനുഗ്രഹം തന്നിട്ടില്ലെങ്കിൽ എന്റെ കഥ എന്തായിരിക്കും? രണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അങ്ങേയറ്റം അള്ളാഹിനെ സ്നേഹിക്കുക. ശുക്ർ നൽകി, ഈ ഇത് നൽകിയതിന് അള്ളാഹുവിനെ സ്നേഹിക്കുക. മൂന്ന്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സമ്മതിക്കുക. പഠിച്ചോനെ, നീ എനിക്ക് ഇന്നതൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയുക. നാല്, ആവർത്തിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. അഞ്ച്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ അത് ഉപയോഗിക്കാതിരിക്കുക, ഇഷ്ടമുള്ള കാര്യത്തിൽ മാത്രം ഉപയോഗിക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കണ്ട. മനുഷ്യന് ഇത്ര ചെയ്യാനില്ല. മനുഷ്യനോട് പകരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയണം, നന്ദി പറയണം, കാണുമ്പോൾ ചിരിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെയുള്ളൂ. അള്ളാഹുവിനാണെങ്കിലോ ഈ 5 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അള്ളാഹുവിന് ഒതുങ്ങണം, അള്ളാഹുവിന്റെ മുമ്പിൽ ഒതുങ്ങണം, വിനയമുള്ളവനാകണം. 2, അള്ളാഹുവിനെ സ്നേഹിക്കണം. 3, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സമ്മതിക്കണം. പഠിച്ചവനെ, നീ എനിക്ക് തന്നിട്ടുണ്ട്, ഞാനിതാ സമ്മതിക്കുന്നു. 4, അള്ളാഹുവിനെ സ്തുതിക്കണം. 5, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ, കാര്യത്തിൽ ഒരിക്കലും നാം വിനിയോഗിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങളെ കൊണ്ട് ശുക്ർ ചെയ്യണം എന്ന്. ഒന്ന്, ഖൽബ് കൊണ്ട് ശുക്ർ, അശ്ശുക്റു ബിൽ ഖൽബി. അതെങ്ങനെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അനുഗ്രഹം നൽകുന്നവൻ, അനുഗ്രഹദാതാവ് അല്ലാഹുവാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും സോഴ്സ്, മസ്ദർ, ഉറവിടം അത് അള്ളയാണ് നമ്മൾ സമ്മതിക്കണം. അത് നമ്മൾ മനസ്സുകൊണ്ട് സമ്മതിക്കണം. അതാണ് ഏറ്റവും വലിയ ശുക്ർ.
നമ്മൾ സമ്മതിക്കുക മാത്രമല്ല, നമ്മൾ മക്കളൊക്കെ പഠിപ്പിക്കണം. മക്കളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മക്കളെയും കുട്ടികളെയൊക്കെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് നമ്മളുടെ ആദ്യത്തെ ജീവിതവും ഇപ്പത്തെ ജീവിതവും, ആദ്യം അള്ളാഹു നമുക്ക് നൽകിയ പ്രയാസങ്ങളും ഇപ്പത്തെ സൗകര്യങ്ങളും ഇങ്ങനെ എണ്ണി എണ്ണി പറയണം. മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു മനുഷ്യരോട് നന്ദി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. കുട്ടികൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണം, എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. നമ്മളെ മക്കൾ നന്നാണില്ല എന്ന് നമ്മൾ കംപ്ലൈന്റ് പറയലുണ്ടല്ലോ, ശരിയാണല്ല. എന്താ കാര്യം? പഠിപ്പിക്കേണ്ട രീതി ശരിയായില്ല. അങ്ങനെ പഠിപ്പിക്കണം. അള്ള പഠിപ്പിക്കണം, ആര് പഠിപ്പിക്കണം? അള്ള എങ്ങനെ പഠിപ്പിക്കണത്? ജനങ്ങളെ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്നിട്ട് ഒന്നാമതായി പറയണം, അല്ല ഓർക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒന്നാമതായി പറയുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ്സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന ഖാലിഖ് അല്ലാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? മക്കളോട് ആദ്യം പഠിപ്പിക്കേണ്ട കാര്യമാണ് ഖാലിഖ് എന്ന സിഫത്ത് മക്കളെ പഠിപ്പിക്കണം. റാസിഖ് എന്ന സിഫത്ത് എന്ന പേര്, ഇസ്മ, അള്ളാഹുവിന്റെ ഇസ്മ പഠിപ്പിക്കണം. ചോദിക്കണം, മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കി, ആരാ നമുക്കിത് തരുന്നത്? അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഇത് തരുമോ? ലാ ഇലാഹ ഇല്ലാ ഹുവ. അതുകൊണ്ട് മക്കളെ ഓർക്കണം, അള്ളാഹു അല്ലാതെ ഇലാഹില്ല കേട്ടോ. മനസ്സിലായില്ല? അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങണം. ആദ്യത്തെ അനുഗ്രഹം ഏതാ? സൃഷ്ടിപ്പ് എന്ന അനുഗ്രഹമാണ്. നമ്മൾ എത്ര മനോഹരമായി അള്ളാഹു സൃഷ്ടിച്ചു, നമ്മളെ ഉണ്ടാക്കി, അല്ലേ? അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഇങ്ങനെ പറയണം. അത് അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങൾ പറയണം. ആരോഗ്യം പഠിപ്പിക്കണം. ആരോഗ്യം എന്നത് അനുഗ്രഹമാണ്. എങ്ങനെ ചലിക്കാൻ സാധിക്കുന്നു, നടക്കാൻ സാധിക്കുന്നു, പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ഓടാനും ചാടാനും ഉറങ്ങാനും തിന്നാനും കുടിക്കാനും ഒക്കെ എങ്ങനെ സാധിക്കുന്നു? അള്ളാഹു നൽകിയ ആരോഗ്യം കൊണ്ട് സാധിക്കുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആരോഗ്യം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സമ്പത്ത് വലിയ അനുഗ്രഹമാണ്. സമയം വലിയ അനുഗ്രഹമാണ്. വിജ്ഞാനം വലിയ അനുഗ്രഹമാണ്. ഇത് ഓരോന്നോരോന്നായി നാം മനസ്സിലാക്കുകയും നാം നമ്മുടെ മനസ്സിനോട് സംവദിപ്പിക്കുകയും ജനങ്ങളെ, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ശുക്ർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ ഭാഷ. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താ അറിയോ? സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങളുടെ സൂറത്ത്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി പറയും. അതിങ്ങനെ ഒന്ന് വായിച്ചു നോക്കൂ, എന്ത് മനോഹരമാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ഒരിക്കലും മനുഷ്യന് മടി വരുന്ന ഒരവസ്ഥ വരികയില്ല. അലം തറൗ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അല്ലേ? എവിടെ എത്തി മനുഷ്യൻ? അല്ലേ? വിനോദത്തിന് വേണ്ടി സ്പേസിലേക്ക് പോയില്ലേ? സഖറ ലക്കും മാ ഫിസ് സമാവാതി, ഭൂമിയിൽ എല്ലാ സ്ഥലത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എത്തിപ്പെടാത്ത ദിക്കുണ്ടോ? ഏത് കൊടുമുടിയുടെ മുകളിലും മനുഷ്യനെത്തി. സഖറ ലക്കും മാ ഫിസ് സമാവാത്, ചന്ദ്രനിലും, അല്ലേ? എല്ലായിടത്തും പോയില്ലേ എന്നൊക്കെ സംശയം ഉടക്കട്ടെ. ഏതായാലും അള്ളാഹു അതിനെയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ചാരമല്ലെങ്കിലും സഞ്ചാരമല്ലാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ തുഴയുന്നു, സഞ്ചരിക്കുന്നു, മീൻ പിടിക്കുന്നു, എന്തൊക്കെ പിടിക്കുന്നു, തീർന്നില്ല. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. രാവും പകലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. എന്താ സുഖം, അല്ലേ? രാത്രി നമ്മൾ സുഖമായി ഉറങ്ങുന്നു, പകൽ നമ്മൾ സുഖമായി ജോലി ചെയ്യുന്നു. മനുഷ്യരെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയില്ലേ? എന്നിട്ടൊരു വാചകം, ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹദാതാവ് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണാനിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും അത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, പക്ഷേ മനുഷ്യൻ എന്താ? നന്ദിയില്ലാത്തവനാ. ഇതൊക്കെ വായിക്കും, എന്നിട്ട് മനുഷ്യൻ അള്ളാനെ നിഷേധിക്കും, അല്ലേ? ഭൂമിയിലൂടെ സഞ്ചരിക്കും, ചന്ദ്രനിലൂടെ സഞ്ചരിക്കും, ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തും, എന്നിട്ട് പറയും ഇതൊക്കെ എന്റേതാണ്.
എത്ര സ്ഥലത്താരോ. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ്യാ, അല്ലേ? ഫ്രഷായ മീൻ കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നു. ആര്? വഹുവ, അല്ലാഹു. പറയല്ലേ, എന്ത് രസം! കടലിൽ നിന്ന് പിടിക്കുന്ന വ്യത്യസ്തമായ മീനുകൾ, വ്യത്യസ്തമായ ടേസ്റ്റ്, അല്ലേ? ലഹ്മൻ ത്വരിയൻ, നല്ല ഫ്രഷായ മാംസം. വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ, നിങ്ങൾക്ക് അണിയാവുന്ന ആഭരണങ്ങൾ കടലിൽ നിന്ന്, മുത്തേ, പവിഴവും മുത്തൊക്കെ. വതറൽ ഫുൽക മവാഖിറ ഫീഹ്, വെള്ളം കീറി മുറിച്ചുകൊണ്ട് കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, ഇതൊക്കെ എന്താ? അല്ലാഹുവിന്റെ ഫദ്ലല്ലേ? കടൽ മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്കറിയോ? സമുദ്രത്തിന്റെ ഓരത്ത് കരക്ക് ജീവിക്കുന്ന മനുഷ്യന്മാർ എത്രയും അറിയോ? വമ്പിച്ച പണക്കാര്. എവിടുന്ന് കിട്ടി? പഠിച്ചവന്റെ നിയമത്ത്. മീനിങ്ങനെ കിട്ടിയാൽ മീൻ കച്ചവടം ചെയ്യുന്ന പോലെ സന്തോഷം എത്രയേറെ. മീൻ കൊണ്ട് പലതരത്തിലുള്ള പരിപാടികളും നടത്തുന്നവരുടെ സന്തോഷം മീൻ ഇങ്ങോട്ട് വന്നാൽ അള്ളാന്റെ നിയമത്താ. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുക, വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്കൊന്ന് ശുക്ർ കാണിച്ചൂടെ? അതിനല്ലേ ഇനി കടൽ അവിടെ നിൽക്കട്ടെ, കരയിലേക്ക് വരൂ. ഭൂമിയിൽ നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ കൂറ്റൻ പർവ്വതങ്ങൾ അള്ളാഹ് ഉണ്ടാക്കിയതാ. എന്തിനാ? അൻതമീദബിക്കും, ഭൂമിക്ക് ചാഞ്ചല്യം സംഭവിച്ചു പോകാതിരിക്കാൻ. ഔത്താദ് എന്നല്ലേ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞത്? പൂളാണ്, ആണിയാണ്. ഭയങ്കരമായ പർവ്വതം. ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഉയരത്തിൽ, ചില സ്ഥലത്ത് ചെറുത്, ചില കുന്നുകൾ. എന്തിനാ? ഇതിങ്ങനെ ചാഞ്ചല്യപ്പെട്ടു പോകാതിരിക്കാൻ, ചെരിഞ്ഞു പോകാതിരിക്കാൻ അള്ളാഹ് ഉണ്ടാക്കിയാന്ന് പറയുന്നു. വഅൻഹാറൻ, പുഴകൾ, വസുബുലൻ, വഴികൾ, റോഡുകളെ. കടലിലൂടെയും അല്ല, എല്ലായിടത്തും റോഡായില്ലേ? സുബുലൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലൂടെയുള്ള റോഡല്ല, റോഡ്. അൻഹാർ, സുബുൽ എന്ന് പറഞ്ഞാൽ കടലിലൂടെ മാർഗം, അല്ലേ? അത് ഈ കപ്പിത്താൻ അറിയാം. പിന്നെ സ്പേസിലൂടെ വിമാനം പോകുന്ന മാർഗം, വസുബുലൻ. ഇതൊക്കെ എന്തിനാ? തീർന്നില്ല. വഅലാമാത്ത്, വഴി അടയാളങ്ങൾ. നിങ്ങൾ ആലോചിച്ചോ, എങ്ങനെയാണ് ഈ പൈലറ്റ് ഫ്ലൈറ്റിന് എങ്ങനെ ആ സ്പേസിലൂടെ ഇന്ന റോയിലൂടെ തന്നെ കൊണ്ടുപോയത്? അള്ളാഹ് കൃത്യമായ അലാമത്ത്, അടയാളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കൊണ്ടുപോണത്. ഇവരെ കഴിവും ശക്തിയൊന്നുമല്ല. ഇവരെ കഴിവും ശക്തിയാണെങ്കിൽ ഇത് ചിരിയും മറിയൊന്നുമില്ലല്ലോ. വഅലാമാത്ത് വബിന്നജ്മി, നക്ഷത്രങ്ങൾ. പണ്ട് നിങ്ങൾക്കറിയോ, പണ്ട് കപ്പൽ യാത്ര നടത്തിയിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു. ഇപ്പോഴല്ലേ ഈ കപ്പലിന്റെ ദിക്കും രീതിയും ഒക്കെ നിശ്ചയിക്കുന്നത് വന്നത്. ഹും യഹ്തദൂൻ, ഇതൊക്കെ അള്ളാഹ് ആ രൂപത്തിൽ അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, കൂട്ടരെ പറയൂ, ഇതൊക്കെ സൃഷ്ടിച്ചവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ? അഫലാ തദക്കറൂൻ, ആലോചിച്ചൂടെ, ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് പറയാണ് വീണ്ടും, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾ എണ്ണാനിരിക്കണ്ട. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാനിരുന്നാൽ നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതൊക്കെ ആവോളം ആസ്വദിക്കുന്ന മനുഷ്യരെ, പഠിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കണം. എന്നിട്ടും അള്ളാന്റെ വക ഒരു ഗിഫ്റ്റ് എന്താ അറിയോ? ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മുട്ടുമടങ്ങണില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന് മാത്രം മനുഷ്യന് മടിയാണ്. നോക്കി, ഫജ്ർ നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ മനുഷ്യന് മടിയാണ്. വേറെന്തെങ്കിലും ഫജ്ർ സമയത്തുണ്ടെങ്കിലോ റെഡിയാ, ഒരു പ്രശ്നമില്ല. പേരൊന്നും ഞാൻ പറയണ്ടല്ലോ. എന്താ, എന്തുണ്ടെങ്കിലും മനുഷ്യൻ റെഡിയാ, അല്ലേ? മനുഷ്യൻ തയ്യാറാണ്. ഒരു 2 മിനിറ്റ് ക്ലാസ് വൈകിപ്പോയാൽ പ്രയാസമാണ്, അല്ലേ? ബുദ്ധിമുട്ടാണ്. നെറ്റ് ചുളിയും, കംപ്ലൈന്റ് ആണ്, പ്രശ്നമാണ്, പ്രയാസമാണ്, അല്ലേ? 10 മിനിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന സീരിയൽ ഒന്ന് നീണ്ടു കിട്ടിയെങ്കിൽ എന്താ കാര്യം? നമ്മൾ സഹോദരന്മാരെ ശുക്രില്ലാത്ത ആളുകളായി മാറി എന്നതാണ് വസ്തുത. ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. വേണമെങ്കിൽ സൂറത്തുൻ നഹ്ൽ ഒന്ന് വായിച്ചു നോക്കൂ, അതിൽ മുഴുവൻ അതാണ്. ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്താണ്. അത് വലിയ അനുഗ്രഹം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കല്ലിന്റെയും വിഗ്രഹങ്ങളുടെയും അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ മുമ്പിൽ കയ്യും കൂപ്പി നിൽക്കുന്ന നിർഭാഗ്യവാന്മാരായി പോയിരുന്നു നാമെങ്കിൽ എന്തായിരിക്കും കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് ആൾക്കാർ നബിന്റെ അടുത്ത് വന്നു. എന്നിട്ടോ ഖുർആൻ പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമൂ, അവര് പറയുന്നു ഞങ്ങൾ മുസ്ലിമായി ഉണ്ടാവണേ ഞങ്ങൾക്ക് എന്തേ കിട്ടണം.
നമ്മളെ നാട്ടിൽ നിന്നുള്ള കുറെ ആൾക്കാർ പുതു മുസ്ലിമാന്ന് പറഞ്ഞ് തണ്ടാന്ന് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഖുർആന്റെ പ്രയോഗം നബിയെ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നതൊരു വലിയ കാര്യമായി നിന്നോട് അവർ എടുത്തു പറയുന്നു. എന്നാൽ അവരോട് പറയണം, നിങ്ങൾ ഇസ്ലാമായി എന്നുള്ളത് വലിയ കാര്യമായി എടുത്തു പറയണ്ട. അയാളെ മുസ്ലിമാക്കി എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. നമുക്കിത് മനസ്സിലാത്ത എന്താ അറിയോ, നിങ്ങളൊന്ന് നോക്കണം. നമുക്കിത് മനസ്സിലാകാത്തത് നമുക്കിതിന്റെ വലിപ്പം മനസ്സിലാത്തോണ്ടാ. നിങ്ങൾ മുസ്ലിമായ മനുഷ്യന്മാരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിച്ച് മുസ്ലിമായ ആൾക്കാരുമായി നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ. അതിന്റെ ആ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവര് പഠിച്ചത് ഭയങ്കരമാണ്. തമാശയായി പോലും കളവ് പറയാൻ നമ്മളൊരു മുസ്ലിമായ മനുഷ്യനെ, പുതിയ ഇസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യനെ വിളിച്ച് തമാശയായിട്ടൊരു കളവ് പറയാൻ വിളിച്ചു നോക്കൂ, അയാൾക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മക്കോ, നമ്മളെ വായ തുറന്നാൽ വരുന്ന എന്താ? കളവ. തമാശക്ക് അവിടെ നിൽക്കട്ടെ. എന്തൊരു നിർഭാഗ്യം. സഹോദരന്മാരെ മനസ്സിലാക്കണം, അള്ളാഹു നൽകിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ദീൻ പൂർത്തിയാക്കിയതിനെ കുറിച്ച് നിഅമതി എന്നാ പറഞ്ഞു. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ത്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ത്? അള്ളാഹു നൽകിയ ദീൻ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ വിഭാഗത്തിലാ, നിഅമത്തിന്റെ വകയാണ്, എനിക്ക് കിട്ടിയതാണെന്ന് ചില ആൾക്കാരുടെ ധാരണ അല്ലേ. അത് പണ്ട് ഖാറൂന്റെ ഒക്കെ ധാരണ അങ്ങനെയായിരുന്നു. ഖാറൂൻ എന്താ പറഞ്ഞത്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഖാറൂൻ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനായിരുന്നു, അറിയാലോ. ജനങ്ങളൊക്കെ പറഞ്ഞു പോയി പഠിച്ചു, ഖാറൂന്റെ മാതിരി ഞാനായെങ്കിൽ എത്ര നന്നായിനി. മുപ്പര് ഭയങ്കര പണിക്കാരൻ. മുപ്പരുടെ ഖജാനകളുടെ താക്കോല് കൊണ്ടുപോകാൻ വാഹന വ്യൂഹങ്ങളായിരുന്നു, കഴുതക്കൂട്ടങ്ങൾ. ചരിത്രം വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആൾക്കാർ പറഞ്ഞു, എനിക്ക് ഖാറൂന് കിട്ടിയ മാതിരി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഖാറൂന്റെ സ്വഭാവം എന്തായിരുന്നു? ഓ പറഞ്ഞ എന്തായോ, ഇന്നമാ ഉചീതുഹു അലാ ഇൽമിൻ ഇൻദി. എന്റെ പണി കൊണ്ട് കിട്ടിയതല്ലേ, ഞാൻ ഭയങ്കര വിദഗ്ധനാ, കൊണ്ട് കിട്ടിയതാണ്. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. അല്ലാഹു പറയുന്നു എന്ത്? ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ എവിടെ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്? ചിന്തിക്കാൻ പറഞ്ഞു. എന്തിനാ? നമുക്ക് മനസ്സിലാവും എവിടുന്നാ സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ. എവിടുന്നാ സൃഷ്ടിക്കപ്പെട്ടത് നമുക്കറിയാം. ഷൈഅൻ മദ്കൂറ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിന അദ്ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. അബ്ദുസ്സലാമ, ഉമ്മാന്റെയും ഉപ്പായുടെയും ശരീരത്തിൽ അബ്ദുസ്സലാമിന്റെ ബീജങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു? ലം യകുൻ ഷൈഅൻ മദ്കൂറ. പറയാൻ പറ്റാത്ത ഒരു സാധനമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇവിടെ എത്തിയില്ലേ? ഇത്ര വലിപ്പം വെച്ചല്ലോ, തുള്ളിച്ചാടാൻ തുടങ്ങിയില്ലേ അല്ലേ. മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ മനുഷ്യൻ ചിന്തിക്കൂല. തിന്നാനിരിക്കുമ്പോ ഒന്ന് ആലോചിച്ചൂടെ എന്ന് അള്ളാഹു ചോദിക്കും. ഭക്ഷണത്തിലേക്ക് ഒന്ന് ആലോചിച്ചൂടെ അല്ലേ. എന്തൊക്കെ തരം അല്ലേ. നമ്മളെ വാദം എന്താ? നമ്മളെ വാദം, നമ്മളെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കടലിലെ വെള്ളം ചൂടായി നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അത് മേഘമായി മഴ പെയ്യും. ശരി. അള്ളാന്റെ ചോദ്യം, നിങ്ങളാണോ മേഘത്തിൽ നിന്ന് ആ വെള്ളം ഇറക്കിയത്? നോക്കി നിങ്ങൾ, അള്ളാഹു മനുഷ്യന് മനസ്സിലാക്കാൻ ഓരോന്ന്. നിങ്ങൾ കുടിക്കണ വെള്ളം ചിന്തിച്ചു നോക്കൂ. അപ്പൊ സഹോദരങ്ങളെ, ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ, ഖുർആൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയത് എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് ശുക്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ മനസ്സുകൊണ്ട് നമുക്ക് ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തേത് അശ്ശുക്റു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം. അള്ളാഹുവിനെ നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം, അള്ളാഹുവിനെ സ്തുതിക്കണം. അതാണ് മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥനകളിൽ മുഴുവൻ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുസ്ലിമായ മനുഷ്യന് പറയാൻ സാധിക്കണം, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അർത്ഥം പറയണ്ടല്ലോ, മനസ്സിലാക്കി പറയണം, പഠിക്കണം എല്ലാവരും. എന്നിട്ട് പറയണം, അല്ലാത്തവൻ ശുക്രില്ലാത്തവനാണ്, അതുവരെ അള്ളാഹു നൽകിയ ഉറക്കെന്ന അനുഗ്രഹത്തെ വിസ്മരിക്കുന്നവനാണ്. അവന്റെ കിടക്കപ്പായിലേക്ക് കിടക്കാൻ പോകുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ പറയണം, ബിസ്മിക റബ്ബി വദഅതു ജംബി. അറിയാലോ, പ്രാർത്ഥന ചൊല്ലണം. അത് ശുക്രാൻ, അള്ളാഹുവിനുള്ള ശുക്രാൻ. രാവിലെയും വൈകുന്നേരവും പടച്ച റബ്ബിനോട് നാം പറയണം, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക.
എനിക്കോ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആർക്കെങ്കിലുമോ നീ നൽകിയ നിഅമത്ത് ഫമിൻക വഹ്ദക്, നിന്നിൽ നിന്ന് മാത്രമാണ് റബ്ബേ. ലാ ശരീക ലക് ഫലകൽ ഹംദു വശുക്ർ, ഇതിലാർക്കും പങ്കില്ല റബ്ബേ, അതുകൊണ്ട് നിനക്കാണ് സ്തുതി, നിനക്കാണ് നന്ദി. രാവിലെയും വൈകുന്നേരവും അതൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ ശുക്ർ ചെയ്തവനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കി നിങ്ങൾ, ഹംദില്ലാത്ത ഒരു കാര്യം ഇസ്ലാമിലില്ല. ഏത് കാര്യവും തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. ഇതിലൊക്കെ ഉള്ളത് എന്താണ്? ഏത് സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ തിന്നാലും കുടിച്ചാലും, മനുഷ്യൻ യാത്ര പോകുമ്പോൾ, മനുഷ്യൻ തുമ്മിയാൽ, ഒരു മനുഷ്യൻ മറ്റവനോട് അവന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയണം? എന്താ പറയണ്ടേ? ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പം എന്നല്ല, അൽഹംദുലില്ലാ. തിന്നാൽ അത് പറയാൻ കഴിയണം, അൽഹംദുലില്ലാ. കുടിച്ചാൽ അൽഹംദുലില്ലാ. തുമ്മിയാൽ അൽഹംദുലില്ലാ. അല്ലേ? കക്കൂസിന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ പറയണം എന്ത്? ഉഫ്രാനകൽ. നോക്കി നിങ്ങൾ, അങ്ങനെയാണ് പറയാൻ സാധിച്ചാൽ ഉഫ്രാനകൽ ഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. മൂത്രം അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? വയറ്റിൽ തങ്ങി നിൽക്കുന്നതാണ്, പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ എന്തിനു നന്നു നമ്മളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കോടി ചെലവാക്കിയാലും പോകുമോ ഇത്? ചിലപ്പോ പോവില്ല. പക്ഷെ അള്ളാഹ് ഉണ്ടാക്കിയ സംവിധാനം എത്ര മനോഹരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് സ്തുതിക്കാൻ സാധിക്കണം രാത്രിയും പകലും ഒക്കെ തന്നെ. നോക്കി നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവി ഉദ്ധരിക്കുകയാണ്. ആയിഷാ ബീവിയുടെ കിടക്കപ്പായയിൽ നിന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നു. ആയിഷാ ബീവിയുടെ കാലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നിടത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്നു. അതിങ്ങനെ മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാറ്റിവെച്ചപ്പോൾ ഉണർന്നുപോയി ആയിഷാ ബീവി. അപ്പൊ കേൾക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖ്തിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക് വബിക മിൻക ലാ ഉഹ്സി സനാഉൻ അലൈക കമാ അൻത അസ്നൈത അലാ നഫ്സിക്. റസൂലുള്ളാഹി പ്രാർത്ഥിക്ക, നന്ദി പറയാണ്, റബ്ബിനോട് നന്ദി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അട്ടപ്പാതിരിക്ക് ആരും കാണാതെ കേൾക്കാതെ രാത്രി കാലുമ തൊട്ടതുകൊണ്ടാണ് ആയിഷാ ബീവി എന്ത് പോയത്? കേട്ടുപോയത്. നബിയുടെ ഇഷ്ടം കണ്ടോ നിങ്ങൾ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബിയുടെ കൂടെ മുആദ് ഇബ്നു ജബൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ മുആദിനെ വിളിച്ചിട്ട് ഇഷ്ടം കൊണ്ട് പറയുക, യാ മുആദ് ഇന്നി ഉഹിബ്ബുക്. മുആദ്, എനിക്ക് തന്നെ വല്ലാതെ ഇഷ്ടമാണ്. റസൂലിന്റെ സ്വഭാവങ്ങൾ നിങ്ങൾ ആലോചിക്കും. നമ്മൾ ആരെങ്കിലും വിളിച്ച് കൂട്ടില്ല, ഇതുവരെ പറഞ്ഞു നോക്കിനോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്? നമുക്ക് പറയാൻ തോന്നിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവം നോക്കി നിങ്ങൾ. ഇന്നി ഉഹിബ്ബുക് മുആദേ, എനിക്ക് ഇഷ്ടമാണ് മുആദേ നിന്നെ. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം? ഫലാ തദഅ അൻ തഖൂല ദുബ്റ കുല്ല സ്വലാത്ത്, എല്ലാ നമസ്കാരത്തിന്റെയും പിറകെ നീ പറയാൻ മറന്നു പോകരുതേ, ഉപേക്ഷിക്കരുതേ. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ശുക്ർ വന്നു. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാനും നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി പറയാനും എനിക്ക് നീ സഹായം ചെയ്യണമേ. അപ്പൊ നാവ് കൊണ്ടുള്ള ശുക്ർ മനസ്സിലായല്ലോ. ഇനി അവയവങ്ങളെ കൊണ്ട് ശുക്ർ ചെയ്യണം. അതെങ്ങനെ? അത് പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും കാണിക്കണം. പ്രത്യേകിച്ച് ഒരു 40 കഴിഞ്ഞ മനുഷ്യന്മാരൊക്കെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം അള്ളാഹു പഠിപ്പിക്കുന്നു. ഞാൻ ഓതിവെച്ച സൂറത്തു നംലിൽ ആയത്തിൽ അള്ളാഹു അതാണ് പഠിപ്പിച്ചത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദിഹി ഇഹ്സാന. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് നാം മനുഷ്യനെ ഉപദേശിക്കുന്നു. അതിന് കാരണം ഹമലത്തുഹു ഉമ്മഹു കുർഹൻ വവദഅതുഹു കുർഹ, ഉമ്മ അവനെ ഗർഭം ചുമന്നത് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ്, പ്രസവിച്ചതും പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ്. വഹംലുഹു വഫിസാലുഹു 30 ശഹർ, കുറഞ്ഞ കാലം ഗർഭത്തിന്റെയും മുലകുടി മാറ്റുന്നതിന്റെയും കുറഞ്ഞ കാലം 30 മാസമാകുന്നു. മനസ്സിലായി? മല കൊടുക്കേണ്ട കാലം എത്രയെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞല്ലോ, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, 2 വർഷം എന്ന് വെച്ചാ 24 മാസമാണ് പൂർണ്ണമായ മുലകുടി. ഇവിടെ പറഞ്ഞു എന്ത്? ഹംലും ഫിസാലും കൂടി, അഥവാ ഈ മുലകുടി പ്രായവും ഗർഭവും കൂടി എത്രയാണ്? 30. അപ്പൊ എന്ത് മനസ്സിലാക്കണം? എന്താ മനസ്സിലാക്കേണ്ടത്? ചുരുങ്ങിയ ഗർഭസമയം എത്രയാണ്? 6 മാസമാണ്. 30 24 കഴിഞ്ഞാൽ ബാക്കി എത്ര? 6. ഇനി ചോദിച്ചു നോക്കി, ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. ചുരുങ്ങിയ ഗർഭസമയം 6 മാസമാണ്. ഖുർആൻ എന്ന് പറയാം ഹംലുഹു വഫിസാലുഹു. ശരി, നമ്മളെ വിഷയം അതല്ല. ഇനി കേട്ടോ, ഹത്താ ഇദാ ബലഗ
അശുദ്ധഹു, അങ്ങനെ ഈ കൊച്ചുമോൻ വളർന്നു വലുതായി പ്രായപൂർത്തിയായി. വബലഗ 40 സന, 40 വയസ്സായി. 40 വയസ്സായണ്ടല്ലോ മനുഷ്യന് ഒരു കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് സ്വയം തോന്നുന്ന ഒരു നേരം. പറകോട്ടൊക്കെ ഒന്ന് നോക്കണ സമയം അല്ലേ, കണ്ണാടിയൊക്കെ നോക്കിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ചായ ഒക്കെ കൊടുത്ത് അല്ലേ, മനസ്സിലായേ, ഒന്ന് ബേജാറാണ് സമയം. അപ്പൊ മനുഷ്യന്റെ ബേജാറെന്താ? അള്ളാഹ് പറയാ, ഖാല, മുസ്ലിം ആണെങ്കിൽ പറയും എന്ത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, എന്റെ നാഥാ ഔസിഅനി, എനിക്ക് നീ പ്രചോദനം നൽകണേ, തോന്നിപ്പിക്കണേ. എന്തിന്? അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് നൽകിയ വറ്റാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. അവിടെ വഅലാ വാലിദയ്യ, എനിക്ക് മാത്രമല്ല എന്റെ മാതാപിതാക്കൾക്കും. വഅൻ അഅമല സാലിഹൻ തർദാഹ്, നാഥാ നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ എനിക്ക് തോന്നിക്കാൻ. വഅൻ അഅമല സാലിഹൻ തർദാഹ്, നിനക്ക് ഇഷ്ടമുള്ള അമൽ സാലിഹത്തുകൾ എനിക്ക് ചെയ്യാൻ നീ പ്രചോദനം ചെയ്യണേ. തീർന്നില്ല, മനുഷ്യന്റെ 40 വയസ്സായാൽ കൗണ്ട് ഡൗൺ തുടങ്ങിയാലുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് മനുഷ്യൻ ദുർബലനാകുക. എന്നിട്ട് പറയാണ്, പഠിച്ചോരെ എന്റെ മക്കളെ നന്നാക്കി തരണേ. മക്കളൊക്കെ കേടുന്നു, എനിക്ക് ബേജാറാണ്. അതുകൊണ്ട് ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, നാഥാ നിന്നിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു, തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ തുടങ്ങണം. 40-ാമത്തെ വയസ്സായ എന്തായാലും തുടങ്ങണം, അഞ്ഞു നോക്കി നിൽക്കരുത്. അള്ളാഹിനോട് ദുആ ചെയ്യണം, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ. ശുക്ർ ചെയ്യാൻ റബ്ബിന്റെ പ്രചോദനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ പഠിപ്പിച്ചു ശുക്ർ ചെയ്യേണ്ട രൂപം, അവയവങ്ങളെ കൊണ്ട് ശുക്ർ ചെയ്യേണ്ട രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുല്ലു ഇബ്നി ആദമ യുസ്ബിഹു അലാ കുല്ലി സലാമ വ മഫ്സിലിൻ സദഖ, എല്ലാ ദിവസവും മനുഷ്യൻ എഴുന്നേറ്റാൽ എല്ലാ ദിവസവും മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും സദഖ ചെയ്യണം. മഫ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ, സുലാമ എന്നൊക്കെ പറഞ്ഞാൽ ജോയിന്റുകളാണ്. ശരീരശാസ്ത്രം അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആ 360 ജോയിന്റുകളെ കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. ഇതിങ്ങനെ വളക്കാനും തിരിക്കാനും ഒക്കെ സാധിക്കുന്നത് പഠിച്ചവൻ അനുഗ്രഹം. വളക്കാനും തിരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ജോയിന്റ് ഇല്ലെങ്കിൽ, മഫാസിലുകളില്ലെങ്കിൽ അവസ്ഥ ഭയാനകമായിരിക്കും. അപ്പൊ ശുക്ർ ചെയ്യണം, ഓരോന്നിനും ശുക്ർ ചെയ്യണം. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ശുക്റിനെ കുറിച്ച് പറഞ്ഞു, ശരീരം കൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ട സദഖകളാണ് ശുക്ർ. ശരീരം കൊണ്ട് സദഖ, നമ്മൾ പൈസ കൊണ്ട് സദഖ എടുക്കണേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അല്ല, ശരീരം കൊണ്ട് സദഖ, സമ്പത്ത് കൊണ്ടുള്ള സദഖ പോലെ ശരീരം കൊണ്ട് സദഖയുണ്ട്, വിജ്ഞാനം കൊണ്ട് സദഖയുണ്ട്. എന്താ? നമുക്ക് അള്ളാഹു പഠിപ്പിച്ച കുറെ നല്ല കാര്യം ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു തൊഴില്, നമ്മൾ പഠിച്ചൊരു തൊഴില്, ഒരാണി തറക്കാൻ, ചെരുപ്പ് കുത്താൻ, കുട നന്നാക്കാൻ അല്ലേ, ഫ്രെയിം ചെയ്യാൻ വേറൊരുത്തർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഒരാൾക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്താണ് അതൊക്കെ ശുക്റാണ്. ആരോടുള്ള ശുക്ർ? അള്ളാഹുവിനോടുള്ള ശുക്ർ. ഇത് പഠിപ്പിച്ചു തന്നതിന് അള്ളാഹുവിനോടുള്ള ശുക്ർ, അതാണ് വേണ്ടത്. അത് നാം ചെയ്യണം. അത് നമ്മുടെ അവയവങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അള്ളാഹു തആല പറഞ്ഞതാണല്ലോ, നിങ്ങൾ ഈ രൂപത്തിൽ ശുക്ർ ചെയ്താൽ ലഅസീദന്നകും, വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലോ അള്ളാഹു പിടിച്ചു വെക്കും. വർദ്ധിപ്പിച്ചു തരൂല എന്ന് മാത്രമല്ല, പിടിച്ചു വെക്കും, കരുതണം. അതുകൊണ്ട് സഹോദരന്മാരെ, ശുക്ർ ചെയ്യാൻ നാം സന്നദ്ധരാവുക. ഈ ശുക്ർ ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാകാൻ ചില മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഇന്നഹു അജ്ദറു വലാ തസ്ദറു നിഅമത്തല്ലാഹ്. ആ ഹദീസിന്റെ ആദ്യത്തെ വരി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെ താഴെയുള്ളവരേക്കാണ് നോക്കേണ്ടത്, മുകളിലുള്ളവരേക്ക് നോക്കരുത്. എൻ്റെ അവസാനത്തെ ഭാഗം പലപ്പോഴും നമ്മൾ പറയാതെ പോകാറുണ്ട്. അവസാനത്തെ ഭാഗം എന്തിനാണെന്നറിയാം അങ്ങനെ പറഞ്ഞത്? അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ അവഗണിക്കാതിരിക്കാൻ നല്ലത് അതാണ്. നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ പ്രയാസവും ബുദ്ധിമുട്ടും രോഗവും, ഇടക്കൊന്ന് ആസ്പത്രി കൂടെ ഒക്കെ ഇങ്ങനെ പോയി കയറി വന്നാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയാണ് എന്ന്. ഒന്ന്, ഇതിങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയും. രണ്ടാമത്തേത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ കാര്യം? നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖത്തെക്കുറിച്ച് തീർച്ചയായും നീ ചോദ്യം ചെയ്യപ്പെടും.
അറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് പറഞ്ഞത്? കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും ഓർക്കുക, അതൊരു ചെറിയ ഭയങ്കരമായി ദാഹിച്ച് വലഞ്ഞ സമയത്ത് കിട്ടിയ ഒരു മുറുക്ക് വെള്ളമാണെങ്കിൽ പോലും അതെന്താണ്? ചോദ്യം ചെയ്യപ്പെടും. അതാണ് മൂന്നാമത്തെ കാര്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു നമുക്ക് നൽകിയ റിസ്ഖാണ്. ആ റിസ്ഖിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അയ്യുൽ മാലി നത്തഖിദു എന്ന് ചോദിച്ചു. സമ്പത്തിൽ നിന്ന് ഏതാണ് നിങ്ങൾ സ്വീകരിക്കുക? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം സ്വീകരിക്കാൻ? അപ്പൊ സഹാബികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്താ ഈ ചോദ്യം? സ്വത്ത് നമുക്ക് എല്ലാം ഇഷ്ടമാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, നിങ്ങളിൽ ഒരാൾ സ്വീകരിക്കേണ്ട സമ്പത്ത് ഏതാണെന്നോ, ഖൽബൻ ഷാക്കിറൻ വലിസാനൻ ദാക്കിറൻ വസൗജതൻ മുഅ്മിന. മൂന്ന് കാര്യം. ഒന്ന് ഖൽബൻ ഷാക്കിറൻ, ശുക്ർ ചെയ്യുന്ന മനസ്സ്, അതില്ലെങ്കിൽ ആകെ കഷ്ടകാലമാണ്. രണ്ട് വലിസാനൻ ദാക്കിറൻ, ദിക്ർ ചെയ്യുന്ന മനസ്സ്, നാവ്. മൂന്ന് വസൗജതൻ മുഅ്മിന, നല്ല പെണ്ണ്, സത്യവിശ്വാസിനിയായ പെണ്ണ്. ഇതാണ് എന്ത്? ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നിഅമത്ത് വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അത് നമുക്ക് തടഞ്ഞു വെക്കുന്നത് ശുക്റാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, ഖയ്യിദു നിഅമില്ലാഹി ബിശുക്രില്ലാഹ്. ഖയ്യിദു, നിങ്ങൾ കെട്ടിയിടണം. എന്തിന്? നിഅമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ. എങ്ങനെ കെട്ടിയിടാ? നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതെ കെട്ടിയിടണം. എങ്ങനെ? ബിശുക്രില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് കെട്ടിയിടണം. അപ്പൊ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ എന്താവും? അത് നിൽക്കും. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നതാണ് നിഅമത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള വഴി. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലാ യുമത്തിഉ ബിന്നിഅമതി മാ ശാഅ. അല്ലാഹു അവനുദ്ദേശിക്കുന്നിടത്തോളം ഒരടിമക്ക് അനുഗ്രഹങ്ങൾ നൽകി അവനെ സുഖിപ്പിക്കും. ഫഇദാ ലം യശ്കുർ അലൈഹാ ഖല്ലബഹാ അദാബാ. നന്ദി കാണിച്ചിട്ടില്ലെങ്കിലോ ആ അനുഗ്രഹം പെട്ടെന്ന് അല്ലാഹു അദാബാക്കി മറിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുടുംബത്തിലൊക്കെ നല്ല വീരന്മാരുണ്ടാവും, 4-5 ജവാന്മാര്, നല്ല മക്കള്. നമ്മളിങ്ങനെ വിചാരിക്കും, വളർന്നിങ്ങനെ വരുമ്പോ മൂപ്പര് എന്ത് ഭാഗ്യവാനാ, 4-5 ആൺകുട്ടികള്, നല്ല. മനസ്സിലായില്ലേ? ഈ മനുഷ്യൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തില്ലെങ്കിൽ അള്ളാഹ് എന്താക്കും? ഖല്ലബഹ അദാബഹ, അത് അദാബാക്കും. അതെങ്ങനെയെന്ന് ഞാൻ പറയണ്ടല്ലോ, ആർക്കും തോന്നിപ്പോകരുത് എന്നെ പറ്റിയാണ് പറയണത് എന്നൊന്നും. നബി ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് അങ്ങനെയാണ്. അതുകൊണ്ട് കഴിഞ്ഞുപോയ സലഫ് സാലിഹ്യങ്ങളായ പണ്ഡിതന്മാർ കാനൂ യുസമ്മൂന ശുക്ര അൽ ഹാഫിൽ, അവർ ശുക്രിനെ ഹാഫിൽ എന്നാ വിളിച്ചിരുന്നത്. ഹാഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിക്കുന്നവൻ. എന്ത് സൂക്ഷിക്കുന്നവൻ? അനുഗ്രഹങ്ങളെ സൂക്ഷിക്കുന്നവൻ. ലിഅന്നഹു യഹ്ഫദു നിഅമൽ മൗജൂദ, ഇപ്പോൾ നിലവിലുള്ള അനുഗ്രഹങ്ങളെ സൂക്ഷിക്കും. ആര്? ശുക്ർ. അപ്പൊ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ശുക്രിനെ ജാലിബ് എന്ന് വിളിച്ചു. ജാലിബ് എന്ന് പറഞ്ഞാൽ എന്താ? യജ്ലിബു നിഅമൽ മഫ്ഖൂദ, നഷ്ടപ്പെട്ടു പോയ നിഅമത്തുകളെ കൊണ്ടുവരും, ഒരുമിച്ച് കൂട്ടും. ശുക്ർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇതിന്റെ വലിപ്പം. ഈ ശുക്ർ എന്നുള്ളതിന്റെ വലിപ്പം, അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, നഷ്ടപ്പെട്ടു പോയാൽ കിട്ടാൻ, ഇതിനൊക്കെയുള്ള വഴി എന്താണ്? നാം ശുക്ർ നൽകുക എന്നതാണ്, ശുക്ർ ചെയ്യുക എന്നതാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി. നമുക്ക് അല്ലാഹു ഒരു നിഅമത്ത് നൽകിയാൽ അത് കാണുക എന്നതാണ്, പറയുക എന്നതാണ് അല്ലാഹുവിന് ഇഷ്ടം. പക്ഷെ അതിൽ എന്ത് വരരുത്? കുലൂ വശ്റബൂ വതസദ്ദഖൂ ഫീ ഗൈരി മഖീലത്തിൻ വലാ സറഫ്. അതിൽ അഹങ്കാരം ഉണ്ടാകരുത്, അഹംഭാവം ഉണ്ടാകരുത്, അമിതത്വം ഉണ്ടാകരുത്. അങ്ങനെ നിങ്ങൾ തിന്നണം, കുടിക്കണം, ധരിക്കണം, സദഖ ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ അതിലെന്തുണ്ടാകരുത്? അഹങ്കാരം, അഹംഭാവം, ഇതൊന്നും ഉണ്ടാകരുത്. പിന്നെ എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നൽകിയ നിഅമത്തുകൾ അവന്റെ അടിമയിൽ കാണുക എന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പക്ഷേ നിബന്ധന എന്ത്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ കാണിക്കണം, പറയണം എന്നൊക്കെ. പക്ഷെ എന്ത് പാടില്ല? ദുരഭിമാനം പാടില്ല, അനാവശ്യമായ ദുരഭിമാനം അത് പാടില്ല. ഈ രൂപത്തിലുള്ള ഒരു ചിന്തയാണ് സഹോദരന്മാരെ ശുക്രിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. നാം ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
തീർച്ചയായും നമ്മെ പരീക്ഷിക്കും, നമ്മെ പിടിച്ചു വെക്കും, നമ്മുടെ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് തടയും എന്ന കാര്യം നാം മറന്നു പോകരുത്. അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഭാവം പറയുന്നുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം നല്ല മക്കളെ നൽകി, മക്കളിങ്ങനെ കണ്ണിന് മുമ്പ് കൂടെ പോണത് കാണുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉബദ്ദില നിഅമതക കുഫ്റാ, അള്ളാഹുവേ നീ നൽകിയ നിഅമത്തുകളെ കുഫറായി മാറ്റപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കുഫർ എന്ന് പറഞ്ഞാൽ നന്ദി കേട്. അള്ളാഹ് നിഅമത്ത് നൽകി, ആ നിഅമത്ത് ഇങ്ങനെ മുമ്പ് കൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, പഠിച്ചോനെ ഈ നൽകിയ നിഅമത്തൊക്കെ നന്ദി കേടിനുള്ള കാരണമാകരുതേ. അതാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉണ്ടാകേണ്ട സ്വഭാവം. അതേമാതിരി സഹോദരങ്ങളെ, നിഅമത്ത് കിട്ടുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യണം. ശുക്റിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞൊരു സുജൂദുണ്ട്. ശുക്റിൻ്റെ സുജൂദ് അതിങ്ങനെ എന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തിനല്ല, പുതിയ പുതിയ നിഅമത്തുകൾ വരുമ്പോൾ എന്ത് വേണം? സുജൂദ് ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യം വന്നാൽ നബി ഉടനെ സുജൂദ് ചെയ്യും. അബൂബക്കർ സിദ്ദീഖിന്റെ കഥ, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞ കള്ളൻ പ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ, അവനെ പിടിച്ചു കൊന്നു എന്ന് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. ഒരുപാട് സംഭവങ്ങൾ കാണാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അറിയില്ലേ, മറ്റേ തബൂക്ക് യുദ്ധത്തിൽ മാറി നിന്ന കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 40 ദിവസം ആൾക്കാരൊന്നും അയാൾ സംസാരിക്കണില്ല, മിണ്ടണില്ല, വർത്താനല്ല, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത മാതിരി ഇങ്ങനെ നടക്കേണ്ടി വന്നു. അവസാനം തൗബ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോ അദ്ദേഹം സുജൂദ് ചെയ്തുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചത്. എന്താ മനസ്സിലാക്കേണ്ടത്? സുജൂദ് ചെയ്യണം. എങ്ങനെയാണ് ആ സുജൂദ്? അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നുണ്ട്. ആ സുജൂദിന് നിങ്ങൾ ആ സുജൂദിന് സലാം വിട്ടേണ്ട, ഒന്നും വേണ്ട, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യുക. നമ്മുടെ എല്ലാ ഈ സുജൂദ് ചെയ്യുന്ന അവയവങ്ങളൊക്കെ ആണ്ട് വെക്കൻ, ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സുജൂദ് ചെയ്യുക, വേറൊന്നും ചിന്തിക്കണ്ട. ആ ഒരു അനുഗ്രഹം കിട്ടിയ ഉടനെ സുജൂദ് ചെയ്ത്, അതാണ് സുജൂദു അശ്ശുക്ർ. അത് നമ്മളെല്ലാവരും ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സമയം വളരെ വൈകി. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആല നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പലർക്കും നൽകിയിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ പലർക്കും പല വിധത്തിലും രൂപത്തിലുമാണ്. ഇതിന് ശുക്ർ കാണിക്കണം. ശുക്ർ കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു പറഞ്ഞ ഭാഷ ഭയങ്കര ശക്തിയുള്ള ഭാഷ. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ കരീം. ഒരു സ്ഥലത്ത് ഫഇന്നല്ലാഹു ഗനിയ്യുൻ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഭാഷയാണ്. നിങ്ങൾ നന്ദി കാണിക്കണില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളി, പടച്ചോനെ ഗനിയാണ്, അടച്ചോൻ ധന്യനാണ്, അള്ളാഹ്ക്ക് നിങ്ങളെ ശുക്രൊന്നും വേണ്ട. അപ്പോൾ ഇത് നമുക്കുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ കാണിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ ശുക്ർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളെങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടതെന്ന് 5 മാർഗം നമ്മൾ പഠിപ്പിച്ചു. ആ 5 മാർഗങ്ങൾ നാം ശുക്ർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഈ രൂപത്തിൽ നമ്മൾ പഠിക്കുകയും ദീനിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ പെടുകയുള്ളൂ. നമ്മുടെ വലിപ്പം കൊണ്ടോ, നമ്മുടെ ചിത്രം കൊണ്ടോ, നമ്മുടെ രൂപം കൊണ്ടോ, നമ്മുടെ അന്തസ്സ് കൊണ്ടോ, പണം കൊണ്ടോ ഒന്നും നമ്മൾ രക്ഷപ്പെടില്ല. ആ കാര്യമാണ് അവസാനമായി നിങ്ങളുടെ മുമ്പാകെ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാക്കി മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ, ആ മനുഷ്യൻ്റെ ഖൽബുമായി ബന്ധപ്പെട്ട 5 പ്രവർത്തനങ്ങൾ പറഞ്ഞു. ആ 5 കാര്യങ്ങളും ഒരു സഹോദരൻ എന്ന നിലക്ക് എൻ്റെ ഖൽബിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അത് പരമാവധി ജീവിതത്തിൽ പാലിക്കുവാനും സൂക്ഷിച്ച് ജീവിക്കുവാനും എല്ലാവരും പരിശ്രമിക്കുക. അത് മാത്രമാണ് ജീവിതത്തിൽ രക്ഷ കിട്ടാനുള്ള മാർഗം. ഇതാണ് അവസാനമായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.